എവിടെ നോക്കട്ടെ. വരന് ആവശ്യമുണ്ട് നായർ യുവതി മൂലം വെളുത്ത നിറം. ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോ ഇത്ര വിജൃംഭിച്ചതായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. വിജൃംഭിച്ചത് എന്നുവെച്ചാ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? എന്താ ഇത് ചിക്കൻ, ഡക്ക, ഈ പോത്ത ഇത്രക്ക് ചെറുതാ, കിടാവായിരിക്കും. കഴുത ഇറച്ചി ആരെങ്കിലും കഴിക്കും. ടയർ പഞ്ചറാടാ, മാറ്റിയിടണം. അതൊന്നും വേണ്ട. ഈ ഹൈ റേഞ്ചിൽ തണുപ്പത്ത് ടയറൊക്കെ ആര് കാണാൻ? ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റിയ ഏതെങ്കിലും ഡോക്ടറെ നമ്പർ നിന്റെ ഉണ്ടോ? എന്റെ കയ്യില് വേഗം വിളിക്ക്. പക്ഷെ ബോംബെയിൽ നിന്നൊക്കെ എത്തുമ്പോ താമസിക്കോ? ബോംബെ സോറി, മുംബൈയിൽ നിന്ന്. പല്ലുവേന വന്നിട്ടൊന്നും ആരും ഇതുവരെ ചത്തിട്ടില്ല. അങ്ങനെ പറയരുത്. എന്റെ അമ്മാവൻ മരിച്ചത് പല്ലുവേന വന്നിട്ടാ. വേദന വന്ന നിമിഷങ്ങൾക്ക് അന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു, ഞാനൊരു ഡെന്റിസ്റ്റ് ആവും. എങ്ങനെയാ നിന്റെ അമ്മാവന് പല്ലുവേദന വന്നത്? ഒരു പാണ്ടി ലോറി നേരെ വന്ന് ഒറ്റയിടി 2 പല്ലില്. അവളുമാരൊക്കെ ഞെത്താറായിട്ടുണ്ടല്ലേ? അയ്യോ ഇല്ല, താമസിക്കും. പതുക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായി. ജെസിക്ക് അതിന് യാത്ര ചെയ്യാൻ പാടില്ലല്ലോ. വിസിൽ വിഴുങ്ങിയ 5 വിസിൽ വിഴുങ്ങിയ ഗ്യാസ് കയറിയോ? എവന്റെ ഭാര്യയ്ക്ക് ഗ്യാസ് കയറിയോണ്ട് പതുക്കെ വരുവുള്ളെന്ന്. ഉണ്ടായിരുന്നാ കഴുത. ഭാര്യയ്ക്ക് ഗ്യാസ് കയറിയ ഞാനെന്ത് വിളിച്ച്? തമിഴനാടാ, മലയാളം മനസ്സിലാവില്ല. ഞാൻ പറയാം. അണ്ണാച്ചി വളിവിട്. സോറി അണ്ണാച്ചി, വളികൾ വിടുങ്കോ. അയ്യോ മലയാളിയാണോ? എന്നാ വിടണ്ട അണ്ണാ. കുറെ നാളുകൂടി സുഖമായിട്ടൊന്ന് ഉറങ്ങി. അതെ, ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ഐസിന്ന് ഷോക്ക് അടിച്ചെന്നോ? ഫ്രിഡ്ജിന്ന്. അതെങ്ങനെ ഷോക്ക് അടിക്കും? ഞാനിപ്പോ ഇതിനകത്ത് നിന്ന് കൂൾ സോഡ എടുത്താണല്ലോ. അങ്ങനെ പറയരുത്. യവൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഞാനും അന്ന് ഹണിമൂണിനൊക്കെ പോയതാ. പക്ഷെ അതിന് അവളുമായിട്ട് അന്ന് മുട്ടൻ വഴക്കായി. ഇപ്പൊ ഇങ്ങനെ ഒന്ന് കൂടിയാ അവളുമായിട്ടുള്ള വഴക്കും പ്രശ്നങ്ങളും ഒക്കെ അങ്ങ് തീരും. അല്ല, ജാനകിയായിട്ട് എന്തിനാ വഴക്കായത്? അന്ന് ഹണിമൂണിന് പോയപ്പോ ചെലവ് ചുരുക്കാൻ ഞാൻ അവളെ കൊണ്ടുപോയില്ല. അത് തെറ്റാണോ? ഫോൺ എടുത്തൊരു ടാക്സി വിളിക്ക്. മിസ്ഡ് കോൾ അടിച്ചാൽ മതി തോമസ് കുട്ടി. കാശ്